പാപ്പാത്തിച്ചോലയിലെ കുരിശ് യഥാർത്ഥ വസ്തുതകൾ. ഇടുക്കി ജില്ലയിൽ ചിന്നക്കനാൽ വില്ലേജിൽ സർവേ നമ്പർ 34/1 പാപ്പാത്തിച്ചോലയിലെ കുരിശ് സ്ഥിതി ചെയ്യുന്നത്. ചിന്നക്കനാലിൽ സ്ഥിരം താമസക്കാരനായ പാപ്പാത്തിമലയിൽ മൈക്കിളിന്റെ മകൻ മരിയ സൂസയുടെ കൈവശത്തിലാണ് ഈ ഭൂമി. அவங்க மரக்குரிசு இத்து போன உடனே நான் ஒரு சின்ன குரிசை வச்சு நான் கும்பிட்டுக்கிட்டு வந்திருந்தேன். எங்களுக்கு காட்சிகளுக்கு அடிக்கடி கொடுத்துக்கிட்டு இருந்துச்சு. அதுக்கு பிறகு எல்லாரும் வந்து கேரளத்திலிருந்து ஆளுங்க வந்து எல்லா மக்களும் வந்து ஜீவிச்சு அதில் நல்லா ஜெயிச்ச உடனே எங்களுக்கு நல்ல அனுகிரகம் கிடைச்சி 80 வருஷ காலமாக இருந்த குரிசை வந்து இப்போ வந்து பொட்டிக்கணும்னே சர்க்கார் ஆள் வந்து பொட்டிக்கிட்டு உடைச்சி எங்களை உற்சாகப்படுத்துகிறாங்க. அதனால் எனக்கு கூட இப்போ 22ஆம் தேதி கூட என்னை அவர் காப்பாற்றிருக்கார். அந்த மாதா என்னை காப்பாற்றிருக்கு. நான் வண்டியில் ஒரு போகும்போது என்னை அங்கே இறங்க வச்சு நான் இங்கே தள்ளி வந்துட்டேன். அந்த வண்டி கூட ஆக்சிடென்ட் ஆகிருக்கு. என்னையை காப்பாற்றிருக்கு. அந்த மாதிரி காட்சிகள்லாம் கொடுத்துக்கிட்டு இருக்கோம். அதை வந்து இங்கே சர்க்கார் ஆள் உடைக்கணும்னு இப்போ தற்காலிகமாக 80 வருஷம் நாங்கள் அதை ஜாமியை கும்பிட்டு வந்துக்கிட்டு இருக்கோம். அதை எங்களுக்கு தயவு செய்து அதை நீங்கள் கேட்டு கொடுக்க வழி நான் மன்னிக்கிறேன். 4 തലമുറകളായി ഈ കുടുംബത്തിന്റെ കൈവശത്തിലാണ് പ്രസ്തുത സ്ഥലം എന്നത് സർക്കാർ രേഖകളിലുണ്ട്. 1994-ലും 2004-ലും ഇദ്ദേഹം ഈ ഭൂമിക്കായി പട്ടയത്തിനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. രാജകുമാരി ഭൂമി പതിപ്പ് ഓഫീസിലെ നമ്പർ 1 രജിസ്റ്ററിലെ ബുക്ക് 2-ൽ 982 പേജിൽ 23-059 നമ്പറായി ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരം ചിന്നക്കനാൽ വില്ലേജിൽ നിന്നും സമർപ്പിച്ചിട്ടുള്ള 3217 അപേക്ഷകരിൽ മരിയ സൂസയും ഉൾപ്പെടുന്നു. ചിന്നക്കനാൽ പ്രദേശത്ത് ജനങ്ങൾ കുടിയേറി പാർത്ത ആദ്യ കാലഘട്ടത്തിൽ തന്നെ ക്രൈസ്തവ ആരാധനയ്ക്കായി മരിയ സൂസയുടെ പൂർവികർ ഈ സ്ഥലത്ത് ഒരു കുരിശ് സ്ഥാപിച്ചു. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചു പോന്നിരുന്നു. 60 വർഷമെങ്കിലും പഴക്കമുള്ള കുരിശ് പഴകി ദ്രവിച്ചു തുടങ്ങിയതുകൊണ്ട് അടുത്ത കാലത്ത് ഇത് കേടുപോക്കി പുതുക്കുകയായിരുന്നു. വർഷങ്ങളായി ഇവിടെ പ്രാർത്ഥനയ്ക്കെത്തുന്നവർ തന്നെയാണ് ഇതിന് മുൻകൈയെടുത്തത്. കുരിശുമുടിയിലേക്കുള്ള തീർത്ഥാടകരുടെ യാത്രയാണിത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവരിൽ ഉൾപ്പെടുന്നു. തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും ഇവിടെ പ്രാർത്ഥനയ്ക്കായി വരുന്നുണ്ട്. 2016 ഡിസംബർ 9-ന് 100 കണക്കിന് തീർത്ഥാടകർ സാക്ഷിയായി നിൽക്കുമ്പോൾ ഈ കുരിശിനു മുകളിലായി ആകാശത്ത് ദൃശ്യമായ സൂര്യാത്ഭുതങ്ങൾ ഇവിടേക്കുള്ള ജനപ്രവാഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നൃത്തം ചെയ്യുന്നത് പോലെ ചലിക്കുന്ന സൂര്യൻ അതിവേഗം കറങ്ങുകയും താഴത്തേക്ക് പതിക്കുന്നത് പോലെ കാണപ്പെടുകയും സവിശേഷമായ രീതിയിൽ പ്രകാശം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതേ ദൃശ്യങ്ങൾ ഇടയ്ക്കിടെ പല ദിവസങ്ങളിലും ആവർത്തിച്ച് കണ്ടുവരുന്നുണ്ട്. പൂർണ്ണ വൃത്താകൃതിയിലുള്ള മഴവില്ലും പലതവണ ഇവിടെ കാണപ്പെട്ടു. സമീപകാലത്ത് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിന്റെ കാരണമിതാണ്. വസ്തുതകൾ എങ്ങനെയായിരിക്കെ സ്പിരിറ്റ് ഇൻ ജീസസ് ടീം സർക്കാർ ഭൂമി കയ്യേറി കുരിശ് സ്ഥാപിച്ചു എന്ന് പത്രമാധ്യമങ്ങളിലൂടെ ദുഷ്പ്രചാരണം നടത്തുന്നത് അടിസ്ഥാനരഹിതമാണ്. സ്പിരിറ്റ് ഇൻ ജീസസിന് പാപ്പാത്തിച്ചോലയിൽ ഭൂമിയില്ല. ആരുടെയും വസ്തുവകകൾ ഞങ്ങൾ അപഹരിച്ചിട്ടില്ല. കുരിശടിയിൽ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ പോകാറുണ്ട്. അത് മരിയ സൂസയുടെ അറിവോടെയും അനുവാദത്തോടെയുമാണ്. കഴിഞ്ഞ 30 വർഷമായി ശാന്തമായ പ്രാർത്ഥനയോടെ മുന്നോട്ടു പോകുന്ന സ്പിരിറ്റ് ഇൻ ജീസസിനെതിരെയുള്ള ആരോപണങ്ങൾ കരുതിക്കൂട്ടി ചമച്ചെടുത്തിട്ടുള്ള ഇല്ലാക്കഥകൾ മാത്രമാണ്.